അളവറ്റ ദയാപരനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പ്രവാചകരെ, സത്യനിഷേധ രംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളൊന്നും താങ്കളെ വ്യഥിതനാക്കാതിരിക്കട്ടെ, ആവലാതിയുണ്ടാക്കാതിരിക്കട്ടെ. അവർക്ക് അള്ളാഹുവിനൊരു ദ്രോഹവും ചെയ്യാൻ സാധിക്കുകയില്ല. പരലോകത്തിൽ അവർക്കായൊരു വിഹിതവും വെച്ചേക്കരുതെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. അവസാനം ഭയങ്കരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. വിശ്വാസം ഉപേക്ഷിച്ച് നിഷേധം കൈക്കൊണ്ടവരുണ്ടല്ലോ, അവർ അള്ളാഹുവിനൊരു ദോഷവും ചെയ്യുന്നില്ല. നോവുന്ന ശിക്ഷയാകുന്നു അവർക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. നാം സാവകാശം നൽകുന്നത് അവർക്ക് ഗുണകരമാണെന്ന് സത്യനിഷേധികൾ കരുതേണ്ടതില്ല. അവരുടെ പാപഭാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാകുന്നു നാം അവർക്ക് സാവകാശം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ളത് അവർ നിന്ദിതരാക്കുന്ന ശിക്ഷയാകുന്നു. തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലകൊള്ളാൻ അള്ളാഹു സത്യവിശ്വാസികളെ അശേഷം അനുവദിക്കുകയില്ല. അവൻ ഉത്തമന്മാരെ അധമന്മാരിൽ നിന്ന് വേർതിരിക്കുക തന്നെ ചെയ്യും, നല്ലവരെ ചീത്തയായ ആളുകളിൽ നിന്ന് വേർതിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് അതിഭൗതിക കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ രീതിയല്ല. അതിഭൗതിക കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാണെങ്കിൽ അവൻ തൻ്റെ ദൂതന്മാരിൽ നിന്ന് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ അതിഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുവിൻ. വിശ്വാസത്തിൻ്റെയും ദൈവഭക്തിയുടെയും മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാകുന്നു. അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ലാഭം കാണിക്കുന്നവർ അള്ളാഹു തങ്ങൾക്ക് ഏകിയ അനുഗ്രഹങ്ങളിൽ ലോപം കാണിക്കുന്നവർ ആ ലോപം തങ്ങൾക്ക് ഗുണകരമാണെന്ന് കരുതാതിരിക്കട്ടെ. അല്ല, അതവർക്ക് വളരെ ദോഷകരമാകുന്നു. തങ്ങൾ പിശുക്കി സമ്പാദിച്ചു വെച്ചതൊക്കെയും അന്ത്യനാളിൽ അവർക്ക് കണ്ട വളയമായിത്തീരും. ആകാശഭൂമികളുടെ അന്തിമമായ അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം അറിവുള്ളവനല്ലോ. അള്ളാഹു ദരിദ്രനും ഞങ്ങൾ ധനികരുമാകുന്നു എന്ന് പറഞ്ഞവരുടെ വാക്കുകൾ അള്ളാഹു ശ്രവിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അവർ പറഞ്ഞത് നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. അവർ ഇതിനു മുമ്പ് അന്യായമായി പ്രവാചകന്മാരെ വധിച്ചതും രേഖയിലുണ്ട്. അന്തിമവിധി കൽപ്പിക്കുമ്പോൾ നാം അവരോട് പറയും, ഇനി നിങ്ങൾ കരിച്ചു കളയുന്ന നരകശിക്ഷ ആസ്വദിക്കുവിൻ. ഇത് നിങ്ങളോട് തന്നെ കരങ്ങൾ സമ്പാദിച്ചതാകുന്നു. അള്ളാഹുവോ തൻ്റെ അടിമകളെ പീഡിപ്പിക്കുന്നവനല്ല തന്നെ. അദൃശ്യകാലത്തു നിന്നുള്ള അഗ്നി വന്നു വിഴുങ്ങിക്കളയുന്ന ഒരു ബലി അവതരിപ്പിക്കാതെ ഒരു ദൈവദൂതനിലും വിശ്വസിക്കേണ്ടതില്ലെന്ന് അള്ളാഹു ഞങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ. അവരോട് പറയുക, എനിക്ക് മുമ്പ് സുവ്യക്തമായ തെളിവുകളോടുകൂടിയും നിങ്ങൾ പറഞ്ഞ ദിവ്യാത്ഭുതം അവതരിപ്പിച്ചുകൊണ്ടും നിരവധി പ്രവാചകന്മാർ ആഗതരായിട്ടുണ്ടായിരുന്നല്ലോ. വിശ്വസിക്കുവാൻ ഈ നിബന്ധന ഉന്നയിക്കുന്നതിൽ സത്യസന്ധരാവണമെങ്കിൽ ആ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു കളഞ്ഞതെന്തിന്? അതിനാൽ പ്രവാചകരെ, ഈ ജനം താങ്കളെ നിഷേധിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് മുമ്പ് നിരവധി പ്രവാചകന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അവരൊക്കെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ഏടുകളും വെളിച്ചം വിതറുന്ന വേദങ്ങളും കൊണ്ടാണ് ആഗതരായിരുന്നത്. സമസ്ത മനുഷ്യരും മരണമാസ്വദിക്കേണ്ടവരാകുന്നു. നിങ്ങളെല്ലാവരുടെയും കർമ്മഫലം അന്ത്യനാളിൽ പരിപൂർണമായി നൽകപ്പെടും. അവിടെ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാരോ അവനത്തെ യഥാർത്ഥത്തിൽ വിജയം നേടിയവൻ. ഈ ഭൗതിക ജീവിതമാകട്ടെ വഞ്ചനാപരമായൊരു ചരക്കു മാത്രമാകുന്നു. മുസ്ലിങ്ങളെ, നിങ്ങൾ ജീവിതനാദികളാൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വേദവിശ്വാസികളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും അനേകം ദ്രോഹകരമായ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യും. ഈ അവസരങ്ങളിലെല്ലാം നിങ്ങൾ സഹനത്തിൻ്റെയും ദൈവഭക്തിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിശ്ചയം അത് മഹത്തായ ധീരസാഹസികതയത്രേ. ഈ വേദവാഹകരെ അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിയ പ്രതിജ്ഞയെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ വേദാധ്യാപനങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവ ഒളിപ്പിച്ചു വയ്ക്കാൻ പാടില്ല. പക്ഷേ അവർ വേദത്തെ പുറകോട്ട് വലിച്ചെറിഞ്ഞു. തുച്ഛമായ വിലയ്ക്ക് വേണ്ടി അവരത് വിറ്റുകളഞ്ഞു. എത്ര നീചമായ ഇടപാടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തം ചെയ്തികളിൽ നിഗളിക്കുകയും സത്യത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സ്തുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ശിക്ഷാമുക്തരാണെന്നൊരിക്കലും താങ്കൾ കരുതേണ്ടതില്ല. അവർക്കായി നോവുന്ന ശിക്ഷയൊരുക്കി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനുള്ളതാകുന്നു. അവൻ്റെ ശക്തി സകലത്തെയും ഉൾക്കൊള്ളുന്നതാകുന്നു.
ആകാശഭൂമികളുടെ സൃഷ്ടിയിലും ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിലും ബുദ്ധിശാലികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. തിന്നും ഇരുന്നും കിടന്നും ഒക്കെ അള്ളാഹുവിനെ ശപിക്കുകയും ആകാശഭൂമികളുടെ നിർമ്മാണത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ദീക്ഷണാശാലികൾക്ക് അവർ അനിച്ചയോ പറഞ്ഞു പോകുന്നു, ഞങ്ങളുടെ നാഥ, ഇതൊക്കെയും നീ മിഥ്യയും വ്യക്തമായും സൃഷ്ടിച്ചത് ഇല്ല തന്നെ. നിന്റെ വിശുദ്ധി പാഴ്വേലകൾക്കെല്ലാം അതീതമാകുന്നു. നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ. നാഥ, നീ ആരെയെങ്കിലും നരകത്തിൽ എറിയുന്നുവെങ്കിൽ അവനെ വലിയ അപമാനമാർഗത്തിൽ തള്ളിക്കളഞ്ഞു. പിന്നെ അത്തരം അധർമ്മികൾക്ക് തുണയേതുമുണ്ടായിരിക്കുന്നതല്ല. ഞങ്ങളുടെ നാഥ, സത്യവിശ്വാസത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളിയാളൻ നിങ്ങളുടെ നാഥിൽ നിന്ന് വിശ്വസിപ്പിൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു. തമ്പുരാനെ, അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കേണമേ. ഞങ്ങളിലുള്ള തിന്മകൾ നീ ദൂരീകരിക്കണമേ. ഞങ്ങളെ നീ സജ്ജനങ്ങളോടൊപ്പം മരിപ്പിക്കണമേ. നാഥ, നിന്റെ ദൂതന്മാരിലൂടെ നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതൊക്കെയും ഞങ്ങൾക്ക് നിവർത്തിച്ചു തരണമേ. അന്ത്യനാളിൽ നീ ഞങ്ങളെ അപമാനത്തിൽ ഏർപ്പെടുത്തരുതേ. നിശ്ചയം നീ വാഗ്ദത്തം ലംഘിക്കാത്തവനല്ലോ. അവരുടെ നാഥൻ അവർക്ക് ഉത്തരമരുളി, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നിങ്ങളെല്ലാവരുടെയും കർമ്മത്തെ ഞാൻ നിഷ്ഫലമാക്കുന്നതല്ല. നിങ്ങളെല്ലാവരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ. അതിനാൽ എനിക്ക് വേണ്ടി സ്വദേശം വെടിയുകയും എൻ്റെ മാർഗത്തിൽ സ്വഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കൃതരാവുകയും മർദ്ദിക്കപ്പെടുകയും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും വധിക്കപ്പെടുകയും ചെയ്തവരാരോ? അവരുടെ സകല പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുന്നതാകുന്നു. ഞാൻ അവരെ കീഴ്ഭാഗങ്ങളിലൂടെ അരുവിയൊഴുകുന്ന ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാകുന്നു. ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമാകുന്നു. ഉത്കൃഷ്ടമായ പ്രതിഫലം അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. പ്രവാചകരെ, സത്യനിഷേധികളുടെ ലോകത്തൊട്ടുമുള്ള കൂത്താട്ടം താങ്കളെ വഞ്ചിതനാക്കാതിരിക്കട്ടെ. അത് ക്ഷണിക ജീവിതത്തിലെ തുച്ഛസുഖം മാത്രം. പിന്നീട് അവരെല്ലാം നരകത്തിലേക്ക് ഗമിക്കും. എത്ര നിഷ്കൃഷ്ടമായ വസനമാണത്. എന്നാൽ തങ്ങളുടെ നാഥനെ ഭയന്ന് ജീവിച്ചവരോ, അവർക്കായി കീഴ്ഭാഗങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട്. അവരതിൽ നിത്യവാസികളായിരിക്കും. അല്ലാഹുവിങ്കലുള്ള ആതിഥ്യമാണത്. അല്ലാഹുവിങ്കലുള്ളതെന്തോ അതത്രേ സജ്ജനങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. വേദവിശ്വാസികളിലും ഈ വിധം ചിലരുണ്ട്. അല്ലാഹുവിലും നിങ്ങൾക്ക് അവതീർണമായ വേദത്തിലും അതിനു മുമ്പ് അവർക്ക് അവതീർണമായ വേദത്തിലും വിശ്വസിക്കുന്നവർ, അല്ലാഹുവിൻ്റെ മുമ്പിൽ ഭക്തിപൂർവ്വം നിലകൊള്ളുന്നവർ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, അല്ലാഹുവിൻ്റെ സൂക്തങ്ങളെ അവർ തുച്ഛവിലക്ക് വിൽക്കുകയില്ല. അവരുടെ നാഥങ്കൽ അവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവോ അതിശീഘ്രം കണക്ക് നോക്കുന്നവനാകുന്നു. ഓ വിശ്വസിച്ചവരെ, ക്ഷമയോടെ പ്രവർത്തിക്കുക. അസത്യത്തിൻ്റെ വാഹകർക്കെതിരെ ധീരരായിരിക്കുക. സത്യസേവനത്തിന് പൂർണ്ണസന്നദ്ധരായിരിക്കുക. അല്ലാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. ഇതോടുകൂടി സൂറത്തുൽ ആലി ഇമ്രാനിലെ അർത്ഥം പൂർത്തിയാകുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. യാ അർഹമർ റാഹിമീൻ. Please subscribe my channel. Thank you for watching.